പരിശോധന പൂർത്തിയായി എന്താണ് അവർ പറയുന്നത്? നമ്മുടെ ആവശ്യം എന്താണ്? നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീങ്ങിയെന്ന് പറയുമ്പോഴും ഇതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സംഘാടകരെ സംബന്ധിച്ച് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ പരിശോധന നടന്നിട്ടുള്ളത്. അതിൽ PWD ബ്രിഡ്ജസ് വിഭാഗം അവരോട് ഇത് അന്വേഷിച്ച് ഇന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ റിപ്പോർട്ടും ഇന്ന് തന്നെ കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഹൈക്കോടതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അടിയന്തരമായിട്ട് ഇവർ പരിശോധന നടന്നിട്ടുള്ളത്. ഇന്ന് അവർ ഏകദേശം പരിശോധന നടത്തി ചില 1-2 നിർദ്ദേശങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും. അതുകൂടാതെ അവർ ഈ പാലത്തിൽ എത്ര ആൾക്ക് ഒരു സമയം കയറാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു നിർദ്ദേശം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ജില്ലാ ഭരണകൂട കളക്ടർ അവിടെ മീറ്റിംഗ് അവർ കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരിക്കും, RDO ഉണ്ടായിരിക്കും. അവരെല്ലാവരും മീറ്റിംഗ് കൂടിയതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് തരാമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആവശ്യം എത്രയും പെട്ടെന്ന് അനുകൂല നടപടി ഉണ്ടാവണം. അല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് പാലം തുറക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. പാലം തുറക്കാൻ നമ്മൾ മുമ്പ് തീരുമാനിച്ചാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കൃത്യമായി ലഭിച്ചതിന് ശേഷം വേണമെന്നുള്ളതുകൊണ്ടാണ്. കാരണം നാളെ രാവിലെ മുതൽ നമ്മൾ അവിടെ പൂജാ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അത് മുമ്പ് പ്രഖ്യാപിച്ചാണ്. അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ അതേസമയം തന്നെ അവർ ഈ അനുവാദം തന്നു എന്ന് പറയുമ്പോഴും ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ളൊരു തന്നിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നിപ്പോൾ ഈ പരിശോധന നടന്നിട്ടുള്ളത്. അവർ ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്.